ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. SIPയുടെ ഒരു പവർഫുൾ ഇമ്പോർട്ടൻസ്, എന്തുകൊണ്ടാണ് SIP കൂടുതൽ ബെറ്റർ ആണ് എന്ന് പറയുന്നതെന്നും SIPയുടെ ഏറ്റവും വലിയ പ്രയോജനം എന്താണെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മുടെ നിഫ്റ്റി ഒരു റിട്ടേൺ തന്നിട്ടില്ല. എന്നാൽ ഈ സമയത്ത് 17%, 14% റിട്ടേൺ തന്നിട്ടുള്ള ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. SIP റിട്ടേൺ ആണ് ഞാൻ പറയുന്നത്, ലംസോ അല്ല. മാർക്കറ്റ് ക്രാഷിലും SIPയിലൂടെ സ്ഥിരമായിട്ട് നിക്ഷേപിച്ച ആളുകൾക്ക്, അതിപ്പോൾ വലിയ എമൗണ്ട് ആവണമെന്നൊന്നുമില്ല, ചെറിയ എമൗണ്ട് ആയാലും മതി, എത്ര എമൗണ്ട് ആണെങ്കിലും സ്ഥിരമായിട്ട് നിക്ഷേപിച്ച ആളുകൾക്ക് 14% മുകളിലും 17% മുകളിലും XIR കിട്ടിയിട്ടുണ്ട്. അതെല്ലാ മ്യൂച്വൽ ഫണ്ടുകളിലും അല്ല, എന്നാൽ കോമൺ ആയിട്ട് കാണുന്ന മ്യൂച്വൽ ഫണ്ടുകളിലാണ്. ഞാൻ ആ മ്യൂച്വൽ ഫണ്ടുകൾ ഏതാണെന്ന് പരിചയപ്പെടുത്താം. അതിൻ്റെ ഒരു ഡീറ്റെയിൽ റിപ്പോർട്ട് കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇനി നമുക്ക് സ്ക്രീനിലേക്ക് പോവാം. ഈ കാണുന്നത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. എന്ത് ചാർട്ടാണെന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. ഈ ഒരു ഭാഗത്ത് നോക്കിക്കോളൂ. ഇത് 2 വർഷത്തെ ചാർട്ടാണ്, നമുക്കിവിടെ മനസ്സിലായി. ഇത് മന്ത്ലി ചാർട്ടാണ് എന്നും നമുക്കിവിടെ മനസ്സിലായി. ഓരോ ക്യാൻഡിലും ഒരു മാസത്തെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് മാസം കാണാൻ പറ്റും. സെപ്റ്റംബർ മാസം 2024 വിശ്വപ്രസിദ്ധമായ നിഫ്റ്റിയുടെ എവർ ഹൈ ഇവിടെയാണ്. ആ പോയിൻ്റ് എന്ന് പറയുന്നത് 26,277 ആണ്. ആ പോയിൻ്റ് ഇതാണ്. ഇനി നമുക്കിവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഇവിടെ എവിടെ നിന്നാണോ കറക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് അവിടെ എത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് സെപ്റ്റംബർ മാസമാണ്, ഇത് നവംബർ മാസമാണ്. അതായത് 12 മാസം കഴിഞ്ഞു. നവംബർ ഇപ്പോൾ അവസാനിക്കാൻ പോവാണ്. അപ്പോൾ 13-14 മാസമായിട്ട് നിഫ്റ്റി ഒരു റിട്ടേണും തന്നിട്ടില്ല. അല്ലെങ്കിൽ ഇത്രയും നാളായിട്ട് നിഫ്റ്റിയുടെ റിട്ടേൺ എന്ന് പറയുന്നത് ആനമൊട്ടയാണ്, 0%. അത് മനസ്സിലായല്ലോ. ഈ ക്യാൻഡിൽ ഇത് ഒക്ടോബർ മാസമാണ് കേട്ടോ. ഇത് നവംബറാണ്, അതായത് 2024 നവംബർ. ഇത് ഡിസംബർ, ഇത് ജനുവരി, 2025 ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നവംബർ 2025 കഴിഞ്ഞ വർക്കിംഗ് ഡേ വരെയുള്ള ഡേറ്റ ഇതിലുണ്ട്. എന്തായാലും ഈ കഴിഞ്ഞ 13-14 മാസമായിട്ട് നിഫ്റ്റി തന്നിരിക്കുന്ന റിട്ടേൺ നമ്മളിവിടെ കണ്ടു, 0 റിട്ടേൺ. എന്നാൽ ഈ മാർക്കറ്റ് ക്രാഷ് ചെയ്ത ഈ സമയത്ത് SIPയിലൂടെയാണ് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് അത്യാവശ്യം നല്ല റിട്ടേൺ തന്നെ നിഫ്റ്റി ഒരു റിട്ടേൺ കൊടുക്കാത്ത സമയത്തും ഉണ്ടായിട്ടുണ്ട്. SIP ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്ത ഒരു സമയമാണ് ഈ കഴിഞ്ഞു പോയത്. ലംസം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആരാധകർ, ഞാൻ ലംസം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ആരാധകരാണ്. പക്ഷേ അത് വേറെ ടൈമിലായിരുന്നു. മാർക്കറ്റ് സ്ഥിരമായി മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന അവസരങ്ങളിൽ ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് നല്ലതാണ്. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാം, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെയുള്ള സമയത്ത് ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് നല്ലതാണ്. എന്നാൽ മാർക്കറ്റ് കറക്ഷൻ മോഡിലായിരിക്കുമ്പോഴും സൈഡ് വേസ് ഒക്കെ ആയിരിക്കുമ്പോഴും ഒക്കെ നമുക്ക് നല്ലത് SIP ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇത് ഞാൻ ചുമ്മാ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. എന്നാൽ വ്യക്തമായ ഡേറ്റയുടെ സഹായത്തോടെ ഇത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരാൾ ഒക്ടോബർ 1-ാം തീയതി, ഇവിടെ കാണാം കേട്ടോ, ഒക്ടോബർ 1-ാം തീയതി SIP ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിച്ചോളൂ. ഇതിപ്പോൾ നേരത്തെ SIP ചെയ്തിട്ടുള്ളവർക്ക് ഇത് ബാധകമാണ്. അതായത് നേരത്തെ SIP ചെയ്തിട്ടുണ്ട്, എന്നാൽ മാർക്കറ്റ് ക്രാഷ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പേടിച്ചിട്ട് ആ ഒരു SIP സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, അത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള ഒരാൾക്കും ഈ ഒരു റിട്ടേൺ കിട്ടുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ പോയിൻ്റ് ഇതാണ്. മാർക്കറ്റ് ക്രാഷ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? ഒക്ടോബർ മാസത്തിലാണ്. ആ ഒക്ടോബർ മാസത്തിൽ തന്നെ, അതായത് 2024 ഒക്ടോബറിലാണ്. ആ ഒക്ടോബറിൽ തന്നെ SIP സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഈ മാസം വരെ, അതായത് നവംബർ മാസം വരെ SIP കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് സംഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഇവിടെ നോക്കാം. 10,000 രൂപയാണ് SIP. അത് വിഷയമില്ല കേട്ടോ. അതിപ്പോൾ 500 രൂപയാണെങ്കിലും ഈ റിട്ടേൺ തന്നെ കിട്ടും. അതായത് എമൗണ്ട് കുറച്ച് മാറും എന്നേ ഉള്ളൂ, പക്ഷേ റിട്ടേൺ ഇത് തന്നെ കിട്ടും. ഇവിടെ നോക്കൂ, ഈ വിൻഡോയിൽ നോക്കൂ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അദ്ദേഹത്തിൻ്റെ XIRR റിട്ടേൺ എന്ന് പറയുന്നത് 14.22%. ഒന്നും ചെയ്തില്ല. ഒക്ടോബർ മാസം SIP സ്റ്റാർട്ട് ചെയ്തു, SIP ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പം അദ്ദേഹത്തിന് 14.22% റിട്ടേൺ ഉണ്ട്. നിഫ്റ്റി എത്രയാണ് റിട്ടേൺ തന്നിരിക്കുന്നത്? 0%.
ആനമുട്ട. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനിയിപ്പോൾ ഈ റിട്ടേണിലേക്ക് അദ്ദേഹം വരുമ്പോൾ ഓരോ മാസവും അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് സംഭവിച്ചു എന്നുകൂടി നമുക്ക് നോക്കണ്ടേ? അതുകൂടി നമുക്ക് നോക്കാം. വളരെ ശ്രദ്ധിച്ച് ഈ വിൻഡോ നോക്കുക. അദ്ദേഹം SIP 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു. 1 ഒക്ടോബർ 2024 ഇവിടെ കാണാം. 10,000 രൂപയുടെ SIP ആണ്. ആ മാസം ഫണ്ട് വാല്യൂ 10,000 രൂപ. നവംബർ മാസം അദ്ദേഹം ഒരു 10,000 രൂപ കൂടി ഇൻവെസ്റ്റ് ചെയ്തു. SIP എമൗണ്ട് ഇവിടെ കാണാം. അങ്ങനെ ടോട്ടൽ അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെൻറ്റ് 20,000 രൂപയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഫണ്ട് വാല്യൂ എത്രയാണ്? 19,572 അദ്ദേഹം ഇവിടെ ലോസിലാണ് ഉള്ളത്. ഡിസംബർ മാസം അദ്ദേഹം 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതായത് SIP അങ്ങനെ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഫണ്ട് വാല്യൂ 29,801 30,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെയും അദ്ദേഹം ലോസിലാണ്. ജനുവരി മാസം 40,000 രൂപ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫണ്ട് വാല്യൂ 39,407 അദ്ദേഹം ഇവിടെയും ലോസിലാണ്. ഫെബ്രുവരി മാസം ടോട്ടൽ 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫണ്ട് വാല്യൂ 48,303 അതായത് 1,700 രൂപയുടെ ലോസിലാണ് ഇവിടെയും അദ്ദേഹം. അപ്പോൾ എത്ര ലോസായി നമുക്ക് അടുത്തതും കൂടെ നോക്കാം. മാർച്ചിൽ വീണ്ടും 10,000 ഇൻവെസ്റ്റ് ചെയ്യുന്നു. ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ 60,000. അദ്ദേഹത്തിൻ്റെ ഫണ്ട് വാല്യൂ 56,191 ഏതാണ്ട് 4,000 രൂപയുടെ ലോസ്. ഏപ്രിൽ മാസം 70,000 69,202 ലോസാണ്. പ്രോഫിറ്റിലേക്ക് കയറുന്നത് അടുത്ത മാസം തൊട്ടാണ്. 80,000 ഇൻവെസ്റ്റ് ചെയ്തു ടോട്ടൽ. ഇപ്പോൾ ഫണ്ട് വാല്യൂ 82,543 കയറി. ഇത് മെയ് 2-നാണ്. മെയ് 2, 1-ാം തീയതിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡേറ്റ് വരുന്നത്. ചില അവധി ദിവസങ്ങൾ ഇങ്ങനെ മാറുമ്പോൾ അത് 2-ാം തീയതിയായിട്ട് മാറുന്നുണ്ടാവും. അപ്പോൾ മെയ് 2-ാം തീയതിയാണ് അദ്ദേഹം അടുത്ത 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ലാഭത്തിലേക്ക് കയറി. 2,500 രൂപ ലാഭം. പോയ ബാക്കി എല്ലാ മാസവും 1, 2, 3, 4, 5, 6 6 മാസം 6 തുടർച്ചയായിട്ടുള്ള 6 മാസവും അദ്ദേഹം ലോസിലാണ്. 7-ാം മാസം തൊട്ട് അദ്ദേഹം പ്രോഫിറ്റ് കയറി. 8-ാം മാസം മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റ് 90,000 രൂപ. 93,777 ഫണ്ട് വാല്യൂ. 1,00,000 രൂപ 1,06,397 92 കേട്ടോ. 1.10 1.13 1.20 ഇൻവെസ്റ്റ് ചെയ്തു. അത് 1.25 മാറി. 1.30 1.38 മാറി. 1.40 1.51,737 സോ അദ്ദേഹത്തിൻ്റെ ഫണ്ട് വാല്യൂ എന്ന് പറയുന്നത് 1,51,737 1.40 അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ XIR എന്ന് പറയുന്നത് നമ്മൾ മുകളിൽ കണ്ടു 14% മുകളിൽ. ഈ ഒരു മാജിക്ക് SIP ഇൻവെസ്റ്റ്മെൻറ്റിൽ കൂടിയേ നടക്കും. അപ്പോൾ ഈ ഫണ്ട് അനാലിസിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന മ്യൂച്വൽ ഫണ്ട് HDFCയുടെ ഫ്ലെക്സി ക്യാപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫ്ലെക്സി ക്യാപ്പാണ്. പരാപരിക്ക് വേറെ ഉണ്ട് കേട്ടോ. പരാപരിക്ക് നല്ല റിസൾട്ടായിരിക്കണം തന്നേക്കുന്നത്. ഞാൻ എല്ലാം നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. 1,700ൻ്റെ മുകളിൽ ഫണ്ടുകളുണ്ട്. അപ്പോൾ എല്ലാം ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരു നല്ല ഫണ്ട് HDFCയുടെ ഈ ഫ്ലെക്സി ക്യാപ്പ് ഞാൻ ഇപ്പോൾ എടുത്തിങ്ങനെ കമ്പയർ ചെയ്തു. ഭീകര റിട്ടേൺ നമ്മളിവിടെ കണ്ടു. ഒരു ഫണ്ട് കൂടി ഞാൻ കമ്പയർ ചെയ്തിട്ടുണ്ട്. HDFCയുടെ ഫ്ലെക്സി ക്യാപ്പും പരാഗ് പരീഖിൻ്റെ ഫ്ലെക്സി ക്യാപ്പും ഫ്രാങ്കിളിൻ്റെ ഫ്ലെക്സി ക്യാപ്പും ഒക്കെ മിക്കവർക്കും അറിയാവുന്ന ഫണ്ടാണ്. എന്നാൽ അധികം ആർക്കും അറിയില്ലാത്ത എന്നാൽ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ഫണ്ടുണ്ട്. അത് ICICI പ്രുഡൻഷ്യലിൻ്റെ മൾട്ടി അസറ്റ് ഫണ്ടാണ്. മൾട്ടി ക്യാപ്പല്ല, മൾട്ടി അസറ്റ് ഫണ്ടാണ് കേട്ടോ. അത് ഞാൻ നേരത്തെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഫണ്ടാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഫണ്ട് കൂടിയാണത്. അതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് 17.73% കണ്ടോ. ഭീകര റിട്ടേൺ ആണ്. ഫണ്ടിൻ്റെ പേര് ICICI പ്രുഡൻഷ്യൽ മൾട്ടി അസറ്റ് ഫണ്ട്. ഇതൊരു ഹൈബ്രിഡ് ഫണ്ടാണ്. ഇതൊരു മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടാണ്. നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ഒരു പക്ഷേ നോക്കിയാൽ അറിയാം, ഞാൻ ഈ ഫണ്ടിനെ പറ്റി മെസ്സേജും കാര്യങ്ങളൊക്കെ അവർക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ 10,000 രൂപയുടെ SIP. ഓർക്കുക, നിങ്ങൾക്ക് 500 രൂപയുടെ SIP ചെയ്യാൻ നോ ഇഷ്യൂ. ഞാനിവിടെ ജസ്റ്റ് സാമ്പിൾ പർപ്പസിന് 10,000 എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. മന്ത്ലി SIP ആണ്. SIP പീരീഡ് എന്ന് പറയുന്നത് 1 ഒക്ടോബർ 2024 മുതൽ ഇന്ന് വരെ, കഴിഞ്ഞ ദിവസം വരെ 28 നവംബർ 2025 വരെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡാണ്. ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 1,40,000 രൂപയും ഫണ്ട് വാല്യൂ എന്ന് പറയുന്നത് 1.55 റിട്ടേൺ 17.73% XIRR റിട്ടേൺ. ഇവിടെ അത് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് ഈ ഫണ്ട് എടുത്തതെന്ന് ചോദിച്ചാൽ, ഈ ഫണ്ടിൻ്റെ പ്രത്യേകത അറിയാമോ? എന്തായാലും ഞാൻ പറയാം. നിങ്ങൾ അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്തു.
ICICI Prudential മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടിൻ്റെ പ്രത്യേകത. ഇത് ഗോൾഡിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതാണ് പ്രത്യേകത. ഗോൾഡിലും സിൽവറിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന മറ്റ് ഫണ്ടുകൾ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഫണ്ട് ഗോൾഡിൽ കൂടി കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. എന്തായാലും നമുക്ക് ഒക്ടോബർ മാസം 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. നവംബർ മാസം ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് 20,000, എന്നാൽ ഫണ്ട് വാല്യൂ നെഗറ്റീവാണ്, 19,700 ഡിസംബർ മാസം ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് 30,000, ഫണ്ട് വാല്യൂ 29,623. ജനുവരി 40, 39 കുറവാണ്, 50. ഓക്കെ, ഇവിടെ സെയിം ആയിട്ടോ. അതായത് ഫെബ്രുവരി മുതലല്ല, ഫെബ്രുവരി അത് കോസ്റ്റിലെത്തിയെന്ന് നമുക്ക് പറയാം. എന്നാൽ മാർച്ചിൽ വീണ്ടും തലയും കുത്തി വീണു. 60 ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇവിടെ 58,774. അടുത്ത ഏപ്രിൽ 70 ഇൻവെസ്റ്റ്മെൻറ്റ്, ഇവിടെ 71,034. അതായത് ലാഭത്തിലെത്തി. പിന്നീട് മൊത്തത്തിൽ ലാഭം തന്നെയാണ്, നമുക്ക് നോക്കാം. 1,00,000 1,6 ഉണ്ട്, 1,10 1,14 1,20 1,26 1,30 1,39 1,40 1,52. അപ്പോൾ ഇത്രയും വലിയ റിട്ടേൺ, അതായത് 17.25% റിട്ടേൺ XIRR കിട്ടാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഗോൾഡിൻ്റെ പ്രൈസിലുള്ള ഉയർച്ചയാണ്. ഗോൾഡിൻ്റെ പ്രൈസ് വളരെയധികം കയറിയല്ലോ. അപ്പോൾ ഇതിൽ കുറച്ച് % ഗോൾഡ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഇതിൽ ഇത്രയും കൂടുതൽ കിട്ടിയത്. അല്ലാതെ വേറെ വലിയ മാജിക്കൊന്നുമില്ല. ഞാൻ മറ്റൊരു ഫണ്ടിൻ്റെ നോക്കിയായിരുന്നു, അത് മൾട്ടി ക്യാപ്പ് ഫണ്ടാണ്. അതിൻ്റെ റിട്ടേൺ ഞാൻ നോക്കിയപ്പോൾ 9% മുകളിലാണ് കണ്ടത്. അങ്ങനെ ഓരോ ഫണ്ടിനും ഓരോ % ആയിരിക്കും. എനിവേ, നല്ല മ്യൂച്വൽ ഫണ്ടിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒരുപക്ഷെ അത് എൻ്റെ % നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ ചിലപ്പോൾ 8% ആയിരിക്കും. മാർക്കറ്റ് 0 റിട്ടേൺ തരുന്ന സമയത്താണ് ഈ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ഓർക്കണം. അപ്പോൾ മാർക്കറ്റ് മര്യാദയ്ക്ക് റിട്ടേൺ വല്ലതും തരുന്ന സമയത്തായിരുന്നെങ്കിലോ, അപ്പോൾ ചിലപ്പോൾ 8%, ചിലപ്പോൾ 9% ആയിരിക്കും, ചിലപ്പോൾ 10 ആയിരിക്കും. ഇനി ഇതിലും കൂടുതൽ ഈ 17.25% മുകളിൽ റിട്ടേൺ തന്നിട്ടുള്ള ഫണ്ടുകളുണ്ട്. ഞാനത് പരിചയപ്പെടുത്തുന്നില്ല. അത് പ്യുവർലി അത് കമ്മോഡിറ്റി, അതായത് ഗോൾഡും സിൽവറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഫണ്ടാണ്. സോ അതിൻ്റെ പ്രൈസ് വളരെയധികം കയറി നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ ആ ഫണ്ട് പരിചയപ്പെടുത്തുന്നില്ല. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? HDFC ഫ്ലെക്സി ക്യാപ്പ് ഒരു ഭയങ്കര സംഭവം ഫണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്കിഷ്ടമുള്ളൊരു ഫണ്ട് ആയതുകൊണ്ട് ഞാനത് പരിചയപ്പെടുത്തിയെന്നുള്ളൂ. ഫ്ലെക്സി ക്യാപ്പിൻ്റെ പ്രത്യേകത ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും അതിലുണ്ടെങ്കിലും ഫണ്ട് മാനേജറുടെ ഇഷ്ടമനുസരിച്ചിട്ട് അതിൻ്റെ അലോക്കേഷൻസ് മാറ്റാനായിട്ട് സാധിക്കും, കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. മാർക്കറ്റ് ഇടിഞ്ഞിട്ട് മുകളിലേക്ക് കയറിയപ്പോൾ ഏറ്റവും കൂടുതൽ ഇടിഞ്ഞത് സ്മോൾ ക്യാപ്പാണ്, പിന്നീട് ഇടിഞ്ഞത് മിഡ് ക്യാപ്പാണ്, ഏറ്റവും കുറഞ്ഞത് ഇടിഞ്ഞത് ലാർജ് ക്യാപ്പാണ്. മാർക്കറ്റ് താഴേന്ന് മുകളിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ അതുമുതൽ ഇതുവരെ ഏറ്റവും കൂടുതൽ കയറിയിട്ടുള്ളത് ലാർജ് ക്യാപ്പാണ്. മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും വലിയ രീതിയിൽ കയറിയിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പം മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും വലിയ മൂവ്മെൻ്റ് ഇല്ല. അതുകൊണ്ടാണ് മൾട്ടി ക്യാപ്പിന് കുറവ് റിട്ടേൺ വന്നിട്ടുള്ളത്. ഇവിടെ 9%. നിപ്പോൺ ഇന്ത്യയുടെ മൾട്ടി ക്യാപ്പാണ് ഞാൻ നോക്കിയത് കേട്ടോ. ഞാൻ ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയി. ഞാൻ ഇത് മാത്രമല്ല കുറേ ഫണ്ടിൻ്റെ നോക്കിയായിരുന്നു. അത്യാവശ്യം നല്ല ഇതാണ്. പക്ഷേ എല്ലാം ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെക്കുമോ, അല്ലെങ്കിൽ അത് ഡേറ്റ പോയി. എല്ലാത്തിലും അതായത് നല്ല ഫണ്ടുകളിലൊക്കെ പോസിറ്റീവ് റിട്ടേൺ തന്നെയാണ് കിട്ടിയേക്കുന്നത്. പിന്നെ ഗോൾഡിൻ്റെ സിൽവറിനെ ഞാൻ നോക്കിയിട്ടില്ല. എന്തായാലും ഓഫ് കോഴ്സ് അതിന് റിട്ടേൺ കൂടുതൽ തന്നെ ആയിരിക്കും, അതുകൊണ്ട് അത് നോക്കിയിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റ് മാത്രമല്ല ലോകത്തിലെ ഏത് മാർക്കറ്റും അത് ഇടിയാം, അതിൽ കറക്ഷൻ വരാം. കറക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് തിരിച്ച് കയറുകയും ചെയ്യും. ആ സമയത്ത് SIP സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് മണ്ടന്മാരെ എനിക്കറിയാം. SIP സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എനിക്കത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് റീസൺ ചോദിക്കാറില്ല. കാരണം അവരെ കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒരുപാട് മാർക്കറ്റ് കറക്ഷൻസ് കണ്ടിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഇത് തിരിച്ച് കയറുമെന്ന് നമുക്കറിയാം. പക്ഷേ പുതിയതായിട്ട് മാർക്കറ്റിൽ വന്നിട്ടുള്ള ഒരാൾക്ക് തിരിച്ച് കയറുമെന്ന് നമ്മൾ പറഞ്ഞാലും അവരത് വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. സോ ഡീഇൻവെസ്റ്റ് ചെയ്യുന്നവർ അങ്ങനെ ചെയ്ത് പൊക്കോട്ടെ എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. അങ്ങനെ ഒരുപാട് പേര് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തു പോയി. മാർക്കറ്റ് താഴേക്ക് വന്നപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ മര്യാദയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോലും പറ്റിയില്ല. അതായത് അവർ ചെയ്തില്ല, അവർ സ്റ്റോപ്പ് ചെയ്തല്ലോ. അതുകൊണ്ട് തന്നെ അവരുടെ വില വീണ്ടും മുകളിൽ തന്നെ കിടന്നു. താഴേക്ക് ആവറേജ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റിയില്ല. വില കുറയുമ്പോൾ കൂടുതൽ യൂണിറ്റ് കിട്ടുന്നത് നേട്ടമാണ് എന്നുള്ള സത്യം അവർക്ക് മനസ്സിലായില്ല. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഈ ഭാഗത്തൊക്കെ കാണുന്നത് എന്നാന്ന് വെച്ചാൽ യൂണിറ്റുകളാണ്, എത്ര യൂണിറ്റ് കിട്ടി എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ 14.5 യൂണിറ്റ് കിട്ടിയത് നമുക്കിവിടെ കാണാം. പിന്നെ 14, 13 അങ്ങനെയൊക്കെയാണ് യൂണിറ്റ് കിട്ടിയത്. ഈ മാർക്കറ്റ് ഇടിയുന്ന ഈ അവസരങ്ങളിൽ 14 യൂണിറ്റിന് മുകളിൽ കിട്ടിയിരിക്കുന്നത് ശ്രദ്ധിക്കുക.
പിന്നീട് മാർക്കറ്റ് കയറാൻ തുടങ്ങിയപ്പോൾ അത് 13 പിന്നീട് മാർക്കറ്റ് ഇപ്പോൾ കുറച്ച് കയറിയപ്പോഴത്തേനും അത് 12.5 ആയിട്ട് കുറഞ്ഞതും ശ്രദ്ധിക്കുക. സോ മാർക്കറ്റ് കറക്ഷൻ സമയത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക അത് സെയിം ആണല്ലോ, 10,000 ആണല്ലോ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ തുക സെയിം ആണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റി അത് കൂടുതലായിരിക്കും. ആ കൂടുതൽ ക്വാണ്ടിറ്റി മതി മാർക്കറ്റ് തിരിച്ച് മുകളിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് വലിയ ലാഭം തരാനായിട്ട്. അതുപോലെ തന്നെ NAV നമുക്കിവിടെ കാണാൻ പറ്റും. NAV കുറയുമ്പോൾ നമുക്ക് കൂടുതൽ യൂണിറ്റ് കിട്ടുമെന്നുള്ളത്. ഇപ്പോൾ ഇവിടെ 701 NAV, 14.248 യൂണിറ്റ് ഇവിടെ കിട്ടി, ഫ്രാക്ഷൻസ് ആയിട്ട് കിട്ടും. എന്നാൽ ഇവിടെ നോക്കൂ 780 NAV, ഇവിടെ 12.820 യൂണിറ്റേ കിട്ടിയുള്ളൂ. മാർക്കറ്റ് ഇടിയുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മ്യൂച്വൽ ഫണ്ടിൻ്റെ NAV കുറയുക കൂടിയാണ് ചെയ്യുന്നത്. ആ സമയത്ത് കൂടുതൽ യൂണിറ്റ് കിട്ടും. 1 കിലോ കിട്ടേണ്ടടുത്ത് നമുക്ക് 1.25 കിലോ കിട്ടിയേക്കാം. ശരിക്കും ആ സമയത്ത് വാങ്ങുകയല്ലേ ചെയ്യേണ്ടത്. എന്തായാലും നമുക്ക് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ, ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, നമ്മുടെ ഒരു ഗൈഡ് ലൈൻ അനുസരിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, നമ്മുടെ ഒരു ഹെൽപ്പോട് കൂടി ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ അസറ്റ് പ്ലസിൻ്റെയും ഫണ്ട്സ് ബസാറിൻ്റെയും ഏഞ്ചൽ ഫണ്ടിൻ്റെയും ലിങ്കുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാറ്റ്ഫോമിൽ അക്കൗണ്ട് എടുക്കാം, അതിനുശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ആ ആപ്ലിക്കേഷൻ തന്നെ എൻ്റെ ബയോഡാറ്റയും എൻ്റെ നമ്പറും ഒക്കെ കിട്ടുന്നതാണ്. വാട്സപ്പ് ചെയ്താൽ മതി. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും വാട്സപ്പ് നമ്പർ കൊടുക്കാം. എന്നിട്ട് വളരെ കറക്റ്റായിട്ട് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. ഞാനിവിടെ ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞു, അത് കഴിഞ്ഞ വർഷം ആ പർട്ടിക്കുലർ പീരീഡിൽ ലംസം ഇൻവെസ്റ്റ് ചെയ്തവർക്കാണ് മോശമായിട്ടുള്ളൂ. അങ്ങനെ ലംസം നിങ്ങൾക്കുണ്ട്, എന്നാൽ സംശയമാണ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റ് കിട്ടുമോ ഇല്ലയോ, അങ്ങനെ സംശയമാണെങ്കിൽ നിങ്ങൾ ലിക്വിഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇക്വിറ്റി ഫണ്ടിലേക്ക് STP ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വളരെ റിസ്ക് കുറവുമായിരിക്കും, വളരെ സ്ലോലി ആയിരിക്കും ഇക്വിറ്റിയിൽ അലോക്കേഷൻസ് വരുന്നത്. അപ്പോൾ ആ കഴിഞ്ഞ വീഡിയോ ഒക്കെ എടുത്തൊന്ന് കണ്ടു നോക്കുക. അല്ലാതെ എൻ്റെ കയ്യിൽ കാശുണ്ട്, ഒറ്റയടിക്ക് ഞാൻ ഒരു വലിയ റിസ്ക്കുള്ള ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്നുള്ള തീരുമാനം ഒരു പക്ഷേ പലപ്പോഴും തെറ്റിപ്പോയേക്കാം. അപ്പോൾ അങ്ങനെ തെറ്റിപ്പോകണ്ടെങ്കിൽ റിസ്ക് കുറഞ്ഞ ഫണ്ടിൽ നിന്ന് റിസ്ക് കൂടിയ ഫണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ മെത്തേഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ പ്രശ്നമില്ല, നിങ്ങൾക്ക് കൂടുതൽ പൈസ ഉണ്ടെങ്കിലും പ്രശ്നമില്ല. മാർക്കറ്റിൻ്റെ റിസ്ക് കാര്യങ്ങളൊന്നും അധികം അഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് മാർഗ്ഗങ്ങളില്ലേ, പിന്നെ എന്തിനാണ് ഹൈ റിസ്ക് ഫണ്ടിലേക്ക് ഭീകരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നീട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. Mutual fund investments are subject to market risks. Read all scheme-related documents carefully before investing. Past performance is not indicative of future performance.